ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ ക്ലാസ് 1 ഫസ്റ്റ് ക്ലാസ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ ഏകദേശമായി. മഞ്ചേശ്വരം സുരേന്ദ്രൻ തന്നെ, തർക്കമില്ല, പ്രചരണം ആരംഭിച്ചു. കുമ്മനം പിന്നെ ആറന്മുള ആൾമോസ്റ്റ് പ്രചരണം ആരംഭിച്ച പോലെ തന്നെ. വി മുരളീധരൻ കഴക്കൂട്ടത്ത് തന്നെ പ്രചരണം ആരംഭിച്ചു, സെമിനാർ ആരംഭിച്ചു. അവിടെ ശില്പശാലകൾ, അവിടെ വേണ്ട ബഹളമാണ്, എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ചുവരെഴുത്ത് മോഡലല്ല, വേറെ മോഡലല്ല. നേമത്ത് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ചുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചുവരെഴുത്ത് നടത്തി. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് കാൻഡിഡേറ്റാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ്, പഴയ തിരുവനന്തപുരം നോർത്ത്, അവിടെ ശ്രീലേഖ IPS നിർത്താൻ തീരുമാനിച്ചു. അവരിന്ന് രാവിലെ കവടിയാർ നർമ്മദ കോംപ്ലക്സിനടുത്തുള്ള മതിലിൻ്റെ അടുത്ത് ചുവരെഴുതുകയും ചെയ്തു, താമര വരച്ചു. അപ്പോൾ ശ്രീലേഖ IPS ആണ് തിരുവനന്തപുരത്ത്. പിന്നെ കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ചിത്രം. പിന്നെ ഇനി തിരുവനന്തപുരം സെൻട്രലിലേക്ക് കരമന ജയനോ കൃഷ്ണകുമാറോ വരും. അത് ഡേറ്റ് ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല. പിന്നെ കോവളത്തേക്കാണുള്ളത്. കോവളത്തേക്ക് ആരൊന്നും അറിയത്തില്ല. എന്തായാലും ശ്രീലേഖ IPSൻ്റെ പേര് ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞതാണ്. ശ്രീലേഖ IPS തന്നെ വരും, കാരണം ഡൽഹിയിൽ നിന്നുള്ള ഇടപെടൽ വന്നിട്ടുണ്ട്. കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാമെന്നൊരു താല്പര്യം വെച്ചപ്പോൾ അമിത്ഷാ ഇടപെട്ട് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. കാരണം അമിത്ഷായുടെ ഒരു പ്രത്യേകത, ഇൻ്റലിജൻസ് റിപ്പോർട്ട് അപ്പോൾ അവിടെ ചെല്ലും. കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി അവിടെ ചെല്ലും. ഇവിടെ ഓരോ മണ്ഡലത്തെ സംബന്ധിച്ചും വിജയസാധ്യതകളെക്കുറിച്ചും സ്ഥാനാർത്ഥികളെക്കുറിച്ചും ജാതിമത കാര്യങ്ങളെക്കുറിച്ചും ആ മണ്ഡലത്തിലെ അപ്പോഴപ്പോഴുണ്ടാകുന്ന ട്രെൻഡിനെക്കുറിച്ചൊക്കെ അമിത്ഷായുടെ കയ്യിൽ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയല്ലേ, അമിത്ഷായുടെ കയ്യിൽ പുട്ടുപോലെ സാധനങ്ങൾ കിട്ടും. കരതല മലകം പോലെ, ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ തന്നെ കിട്ടും. അപ്പോൾ മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ മതി, അശ്വിനി വേണ്ട, സുരേന്ദ്രൻ തന്നെ മത്സരിച്ചാൽ മതി എന്ന് അമിത്ഷായുടെ അവിടെ നിന്ന് നിർദ്ദേശം വന്നു, സെൻട്രലിൽ നിന്ന്. അങ്ങനെ അദ്ദേഹം അവിടെ മത്സരിച്ചു. അതുപോലൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം മോദിയും അമിത്ഷായും നിതിൻ ബബിനും എല്ലാം കൂടി ചേർന്നെടുത്തിട്ടുള്ള ശക്തമായൊരു തീരുമാനമാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറഞ്ഞത് ശ്രീലേഖ IPSനെ പോയി കാണണം, കണ്ടിട്ട് ശ്രീലേഖയാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത്. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരം വട്ടിയൂർക്കാവിൽ വന്നിട്ടുണ്ട്. കെ മുരളീധരനാണ് നേരത്തെ MLA ആയിരുന്നു. അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അദ്ദേഹമാണ് കോൺഗ്രസ്സിന് വേണ്ടി ഇപ്രാവശ്യം ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്രാവശ്യം അദ്ദേഹം ജയിക്കുകയും UDF വരികയും ചെയ്താൽ മന്ത്രിയാണ്, മിക്കവാറും മന്ത്രിയാണ്, ഉറപ്പാണ്. അതേസമയം തോൽക്കുകയും ഗവൺമെൻറ് വന്നാലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. ഗവൺമെൻറ് പിന്നെ വന്നില്ല, അദ്ദേഹവും തോറ്റുപോയി. മുരളീധരനും തോറ്റുപോയി, ഗവൺമെൻറ് വന്നില്ല എന്ന് വിചാരിക്കുക. എങ്ങനെയായാലും മുരളീധരൻ തോറ്റുപോയാൽ, അത് UDF വന്നാലും വന്നില്ലായാലും മുരളീധരൻ തോറ്റുപോയാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇനി ചോദ്യം ചെയ്യപ്പെടും. പിന്നെ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ പ്രയാസമായിരിക്കും. VK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യം ജയിച്ചു. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു, രണ്ടാമത് പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്മനവും സുരേഷുമാണ്, സുരേഷും കുമ്മൻ രാജശേഖരനുമാണ് മത്സരിച്ചത് വട്ടിയൂർക്കാവിൽ. 2 പ്രാവശ്യവും BJP തോറ്റു, കോൺഗ്രസും തോറ്റു. വീണ നായരും മുരളീധരനും ഒക്കെ ആയിരുന്നു, അവർ തോറ്റു. ജയിച്ചത് VK പ്രശാന്താണ് ജയിച്ചത്. അപ്പോൾ എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ ശ്രീലേഖ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഞെട്ടിക്കും. കാരണം ശക്തമായ വോട്ട് അവർക്ക് തിരുവനന്തപുരത്തുണ്ട്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലം ഉൾപ്പെടുന്ന കോർപ്പറേഷൻ്റെ വാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ, കൗൺസിൽ വാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ 7000-ലധികം വോട്ട് BJPക്ക് ഇപ്പോൾ മുമ്പിലാണ്. ആ വോട്ട് മുഴുവൻ പിടിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ മേയർ രാജേഷിൻ്റെ വാർഡ്, അതുപോലെ തന്നെ പിന്നെ ഈ വട്ടിയൂർക്കാവിൻ്റെ ഇവരുടെ തന്നെ ശാസ്തമംഗലം വാർഡ്, ആരുടെ ഈ വനിതയുടെ വാർഡ്, നമ്മുടെ ശ്രീലേഖ IPSൻ്റെ വാർഡ്, അങ്ങനെ തുടങ്ങിയ കുറേ വാർഡുകളുണ്ട്. ഈ പൂജപ്പുര ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാർഡുകളൊക്കെ നേമവും വട്ടിയൂർക്കാവിലുമാണ് കിടക്കുന്നത്. ആ വട്ടിയൂർക്കാവിലുള്ള വാർഡുകളിൽ നല്ലൊരു ശതമാനം വാർഡുകൾ, തിരുമല അടക്കമുള്ള വാർഡുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നേമത്തിൽ കിടക്കുന്നു, കുറച്ച് വട്ടിയൂർക്കാവിൽ കിടക്കുന്നു. രണ്ടായാലും ആ 2 സ്ഥലത്തും BJPക്ക് കൗൺസിലർമാർക്ക് വലിയ ഭൂരിപക്ഷമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ IPS ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല. തിരുവനന്തപുരത്ത് ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. നായർ കാൻഡിഡേറ്റാണ്. ഇനി ശബരിനാഥ് ആയിരിക്കുമോ വരുന്നതെന്ന് അറിയത്തില്ല. കാരണം ശബരിക്ക് കുറച്ചുകൂടി വേറൊരു ജയിച്ച് നിൽക്കുന്നൊരു പേരുണ്ട് കവടിയാറിൽ. ശബരി ആയിരിക്കുമോ വരുന്നതെന്നറിയില്ല. എന്തായാലും ആരാണ് വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ശ്രീലേഖ IPS ജയിക്കാനും
ജയിച്ചില്ലെങ്കിലും വലിയ മത്സരം കാഴ്ചവെക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ആലോചിക്കേണ്ടത് കഴക്കൂട്ടം വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. മുൻ കേന്ദ്രമന്ത്രി, BJPയുടെ മുൻ പ്രസിഡൻ്റാണ്, നെഹ്റു കേന്ദ്രയുടെ മുൻ ചെയർമാൻ മേധാവിയാണ്. അദ്ദേഹത്തിന് പ്രസിഡൻറ്റോ ചെയർമാനോ എന്തോ ആയിരുന്നു, പ്രസിഡൻ്റായിരുന്നു തോന്നുന്നു. അതുപോലെ വലിയ നേതാവാണ്. കേരളത്തിലെ എണ്ണപ്പെടുന്ന 10 പേരെ എടുത്താൽ അതിൽ വളരെ വലിയ നേതാവാണ് വി മുരളീധരൻ. അതുപോലെ ഇപ്പോഴത്തെ നിയമത്തിൽ നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ വലിയ നേതാവാണ്, ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡൻ്റാണ്. പിന്നെ ഞാനീ പറഞ്ഞ ശ്രീലേഖ IPS. അപ്പോൾ ഒരു 3 പേരുടെ മണ്ഡലം, ഒരു ത്രികോണ മണ്ഡലം വളരെ ശക്തമായിട്ടുള്ള ഒരു ബഹളമായിരിക്കും നടക്കുക. പ്രചരണത്തിലാകട്ടെ, അതിൻ്റെ സമ്പത്ത് കൊണ്ടുള്ള പ്രചരണമാകട്ടെ, മറ്റ് കാര്യങ്ങൾ കൊണ്ടുള്ള പ്രചരണ ഉപാധികൾ കൊണ്ടുള്ള പ്രചരണമാകട്ടെ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി അമിത്ഷാ, നിതിൻ ബബിൻ, BJP പ്രസിഡന്റ് നിതിൻ ബബിൻ, പിന്നെ നേരത്തെയുള്ള പ്രസിഡന്റ്, അതുപോലെ JP നദ്ദ, അതുപോലെ തന്നെ അമിത്ഷാ, പിന്നെ അണ്ണാമലൈ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും, നിർമ്മല സീതാരാമൻ അടക്കമുള്ള വലിയ നേതാക്കൾ തിരുവനന്തപുരത്ത് വരാനും വോട്ട് പിടിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. വലിയ ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അപ്പോൾ ശ്രീലേഖ ജയിക്കുമോ ഇല്ലേ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല, കാരണം അത് ട്രെൻഡ് കുറച്ചുകൂടെ കഴിഞ്ഞാലായിരിക്കും അറിയാൻ പറ്റുക. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എതിരാളികൾ ആരായാലും, അത് UDFൻ്റെ ആയാലും LDFൻ്റെ ആയാലും മത്സരം മോശമാവില്ല, കടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഹൈന്ദവ കൺസോൾട്ടേഷനും സീരിയസായി നടക്കുന്നുണ്ട്. പൂജപ്പുരയിൽ മുരുകസംഗമം നടന്നു, വലിയ പങ്കാളിത്തമായിരുന്നു. ആറ്റുകാൽ പൊങ്കാല ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ലക്ഷങ്ങളുടെ പങ്കാളിത്തമായിരുന്നു. ഇതെല്ലാം BJPക്ക് വോട്ടാവുമെന്നല്ല, പക്ഷേ എങ്കിലും ഒരു കൺസോൾട്ടേഷൻ നടന്നേക്കാം. പിന്നെ ശബരിമല വിഷയം തിരുവനന്തപുരത്ത് കത്തി നിൽക്കുന്നൊരു വിഷയമാണ്. ഇതെല്ലാം കൂടി വരുമ്പോൾ ആർക്കാണ് വോട്ട് കിട്ടുക എന്നറിയില്ല. എന്തായാലും ശ്രീലേഖ IPS, പിന്നെ അവരുടെ IPSൻ്റെ ഗുണങ്ങളുണ്ട്. ന്യൂജൻ കുട്ടികൾക്ക് അവരെ ഇഷ്ടമാണ്. അവരുടെ ഈ യൂട്യൂബ് വീഡിയോസ് അതും ഇതൊക്കെ കാണാൻ ലക്ഷങ്ങളുടെ ഫോളോവേഴ്സ് ഉള്ളവരാണ്. എന്തുകൊണ്ടും അവർ അനുയോജ്യമായ കാൻഡിഡേറ്റാണ്. ഞങ്ങൾ വളരെ നേരത്തെ ഈ കാര്യം പറഞ്ഞതാണ്. ഇപ്പോഴിതാ ശ്രീലേഖ IPS തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നു. എതിരാളി VK പ്രശാന്തും K മുരളീധരനും.